ഒരു ഷോർട്ട് ഫിലിം മേക്കർ നിർബന്ധമായിട്ടും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് സബ്പ്ലോട്ട് എന്ന് പറയുന്ന കാര്യം. ഒരു 8 മിനിറ്റിനും 15 മിനിറ്റിനും ഇടയിലുള്ള ഒരു ഷോർട്ട് ഫിലിം ആണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഇത് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ ആദ്യം തന്നെ എന്താണ് സബ്പ്ലോട്ട് എന്ന് പറയാം. നമ്മളുടെ ഒരു മെയിൻ കഥ ഒരു ലൈനിൽ ഇങ്ങനെ നടന്നു പോകുന്നുണ്ടാകും. അതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ മറ്റു കഥാപാത്രത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റൊരു സിറ്റുവേഷനിലോ നടക്കുന്ന മറ്റൊരു കഥ, ഇതാണ് മെയിൻലി സബ്പ്ലോട്ട് എന്ന് പറയുന്നത്. അത് കഥാപാത്രമാവാം, സിറ്റുവേഷൻ ആവാം, അല്ലെങ്കിൽ ഒരു ഇവന്റ് ആകാം. ഇങ്ങനെ പല രീതിയിൽ ഇവിടെ നടക്കാറുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നായകന്റെ ഫ്രണ്ടിന്റെ വീട്ടിലത്തെ സാഹചര്യം, അങ്ങനത്തെ സാഹചര്യം, അതൊക്കെ സിനിമയിൽ അത് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടി കാണിക്കുന്നതാണെങ്കിലും ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ടൈമിന്റെ അകത്തുള്ള ഒരു സംഭവമാണ്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുന്ന സമയത്ത് കഥ ഏതാണ്, സബ്പ്ലോട്ട് ഏതാണെന്നുള്ള ഒരു കൺഫ്യൂഷൻ നോർമലി ഓഡിയൻസിന് വരും. അപ്പൊ ഈ ഒരു ഓഡിയൻസിന് ഈ ഒരു കൺഫ്യൂഷനിലേക്ക് നമ്മൾ എത്തിക്കരുത്. 1 മിനിറ്റ് മുതൽ ഒരു 15 മിനിറ്റ് വരെയുള്ള ഷോർട്ട് ഫിലിമിന്റെ കഥയാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. ഒരു 30 മിനിറ്റ് 1 മണിക്കൂറോ ഉള്ള ഷോർട്ട് ഫിലിംസ് അല്ല, കുറഞ്ഞതായിരിക്കും ഉള്ളതിന്റെ കേസാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ കുറച്ചും കൂടി ആളുകൾക്ക് പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യാൻ ഈ ഒരു രീതി പറ്റും. പിന്നെ ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മൾ സബ്പ്ലോട്ടും കഥാപാത്രവും. അതായത് സബ്പ്ലോട്ട് വേണമെന്നുണ്ടെങ്കിൽ കഥാപാത്രം വരണം. 10 പേരോ 20 പേരോ ഉണ്ടായെന്ന് ചോദിച്ചാൽ ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ ഇവർക്കൊന്നും സബ്പ്ലോട്ട് കൊടുക്കാതിരിക്കുക. ഒരു നായകനും നായികയും തമ്മിലുള്ളൊരു പ്രണയമാണെന്നുണ്ടെങ്കിൽ അയൽവക്കത്തെ ചേട്ടന്റെ കഥയും മറ്റവരുടെ കഥയും മറിച്ചവരുടെ കഥയും ഒന്നും ഇതിലേക്ക് ഇടരുത്. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സമയത്ത് നിങ്ങളൊരു ഡയറക്ടർ ആയിരിക്കാം, റൈറ്റർ ആയിരിക്കാം, ഇതിന്റെ ഫിലിമിൽ ആ ഒരു ഫിലിമിൽ ഓക്കെ ചെയ്തവർക്ക് കറക്റ്റ് ആയിട്ട് ഇതൊക്കെ ആരൊക്കെയാന്നുള്ള മനസ്സിലാവും. പക്ഷെ ആസ് എ ഓഡിയൻസ് അവരൊരു 15 മിനിറ്റ് നിങ്ങളുടെ വർക്ക് കാണുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു 15 മിനിറ്റിൽ അവർക്ക് കൺഫ്യൂഷൻ ആവും, ക്യാരക്ടേഴ്സിന്റെ പേരറിയില്ല, കാര്യങ്ങൾ, അതായത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആർക്കോ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ എന്താണെന്നുള്ളതോ പറയാനുള്ളൊരു സമയം ഈ ഒരു 15 മിനിറ്റിന്റെ അകത്ത് ഇല്ല. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് എന്താവും, ഈ സംഭവങ്ങൾ കൂടുതൽ കൺഫ്യൂഷനിലേക്കായി മാറാൻ വേണ്ടിയിട്ട് കാരണമാവും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിലൊരിക്കലും ഉദ്ദേശിച്ചത് ഇപ്പോൾ ഒരു 2 പേര് തമ്മിലുള്ള ഒരു പ്രണയമാണ്, സപ്ലോട്ടോ കാര്യങ്ങളൊന്നുമില്ല, ബാക്കിൽ അച്ഛനും അമ്മയും ഒന്നും ഉണ്ടാവരുത്, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. അവരുടെ കഥകളിലേക്കൊന്നും പോവാതെ സ്ട്രെയിറ്റ് ആയിട്ട് മെയിൻ സ്റ്റോറിയിൽ മാത്രം നിൽക്കുക എന്നുള്ളതാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും ഫിലിം മേക്കിങ്ങും ഒക്കെ പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഓൺലൈനായിട്ട് ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതേപോലെയുള്ള കോണ്ടന്റ്സിനായിട്ട് ഫോളോയും സബ്സ്ക്രൈബും ചെയ്യുന്ന കാര്യം പ്രത്യേകം പരിഗണിക്കുക. ബൈ.